PSC ആധാർ അധിഷ്ഠിത പരിശോധന നടത്തുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത 2024 ജനുവരി 6 ശനിയാഴ്ച. PSCക്ക് ഇനി ആധാർ പരിശോധിക്കാം. ഉദ്യോഗാർത്ഥിയുടെ സമ്മതപത്രം വാങ്ങും. സർക്കാർ ജോലിയിലെ ആൾമാറാട്ടം തടയുന്നതിനായി ആധാർ അധിഷ്ഠിത പരിശോധനയിലേക്ക് PSC കടക്കുന്നു. അതിനുള്ള അംഗീകാരം PSCക്ക് കൈമാറി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് വിജ്ഞാപനം പുറത്തിറക്കി. ഉദ്യോഗാർത്ഥികളുടെ അനുമതിയോടെ ആയിരിക്കും PSC ആധാർ പരിശോധിക്കുന്നത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ, പരീക്ഷ, രേഖാപരിശോധന, അഭിമുഖം, നിയമന ശുപാർശ, സർവീസ് പരിശോധന എന്നിവയ്ക്കാണ് ആധാർ അധിഷ്ഠിത പരിശോധന PSC നടത്തുക. ഉദ്യോഗാർത്ഥി നൽകേണ്ട അനുമതി പത്രത്തിൻ്റെ മാതൃകയും വിജ്ഞാപനത്തിനൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. PSCക്ക് ആധാർ പരിശോധന നടത്താൻ UID യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതിയും വിജ്ഞാപനത്തിലൂടെ ഉറപ്പാക്കുന്നു. സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതിന് ആധാർ നിർബന്ധമാക്കി 2020 ജൂണിൽ സംസ്ഥാനം ഉത്തരവിറക്കിയിരുന്നു. ജോലിയിൽ പ്രവേശിക്കുന്നവർ 1 മാസത്തിനകം അവരുടെ PSC ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ആധാർ ബന്ധിപ്പിക്കണമെന്നും അത് നിയമനാധികാരി ഉറപ്പുവരുത്തണമെന്നുമായിരുന്നു ഉത്തരവിലുണ്ടായിരുന്നത്. എന്നാൽ കോടതി ഇടപെടലിനെ തുടർന്ന് 2021 ഏപ്രിലിൽ ഉത്തരവ് പിൻവലിച്ചു. അതിനുശേഷം ഇപ്പോഴാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. അതിന് കേന്ദ്ര സർക്കാരിന് കീഴിലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം നിർദ്ദേശം നൽകുകയായിരുന്നു. പ്രൊഫൈലിൽ ആധാർ ബന്ധിപ്പിച്ചത് 48 ലക്ഷം പേർ. 4 വർഷമായി ആധാറിനെ തിരിച്ചറിയൽ രേഖയാക്കി PSC അംഗീകരിച്ചിട്ടുണ്ട്. പ്രൊഫൈലിൽ ആധാർ നമ്പർ ബന്ധപ്പെടുത്തുന്ന നടപടിയും ആരംഭിച്ചു. PSCയുടെ ഒറ്റത്തവണ രജിസ്ട്രേഷനിൽ ഇതുവരെയായി 64 ലക്ഷം പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഇവരിൽ 48 ലക്ഷം പേർ പ്രൊഫൈൽ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആധാർ അധിഷ്ഠിത പരിശോധന നിരസിക്കുന്നവർക്ക് eKYC ഓതൻറ്റിഫിക്കേഷൻ നടത്തുന്നതും വിജ്ഞാപനം വ്യവസ്ഥ ചെയ്യുന്നു. ഒറ്റത്തവണ പരിശോധന, നിയമന പരിശോധന, ഓൺലൈൻ പരീക്ഷകൾ, അഭിമുഖം എന്നിവ നടത്തുന്നതിന് ആധാറുമായി ബന്ധപ്പെടുത്തി ബയോമെട്രിക് തിരിച്ചറിയൽ PSC നടത്തും. സർക്കാർ ജോലിയിൽ സ്ഥിരപ്പെടുന്നതിന് PSCയുടെ നിയമന പരിശോധന, സർവീസ് വെരിഫിക്കേഷൻ 2010 മുതലാണ് ഏർപ്പെടുത്തിയത്. സേവന പുസ്തകത്തിലെ ഫോട്ടോ, പേര്, വിലാസം, വിരലടയാളം, തിരിച്ചറിയൽ അടയാളങ്ങൾ എന്നിവ നിയമനാധികാരി സാക്ഷ്യപ്പെടുത്തി PSCക്ക് കൈമാറും. ഇവ ജീവനക്കാരൻ്റെ ആധാറുമായി ബന്ധപ്പെടുത്തി ബയോമെട്രിക് പരിശോധനയിലൂടെ ഉറപ്പാക്കും. അതിനുശേഷമേ ജീവനക്കാരനെ ജോലിയിൽ സ്ഥിരപ്പെടുത്തുകയുള്ളൂ.